കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായ ഷിജാൽ എന്ന് പോലീസ്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 6 പേരിൽ 2 പ്രതികൾ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണ്. ബോംബ് നിർമ്മിച്ചവരുമായി ബന്ധമില്ലെന്ന CPIM വാദം പൊളിക്കുന്നതാണ് പ്രതിപ്പട്ടിക. എന്തായാലും കണ്ണൂർ പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് കണ്ടെത്തിയ ഷിജാൽ ഇപ്പോഴും ഒളിവിൽ. ഇയാൾ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. കേസിൽ ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു ഡിവൈഎഫ്ഐ മീത്തിലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. ഇതിനകം അറസ്റ്റിലായ സായൂജ് ഡിവൈഎഫ്ഐ കടുങ്ങാംപൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി. പ്രതിപ്പട്ടികയിലുള്ള അശ്വന്ത് CITU കല്ലിക്കണ്ടി ബ്രാഞ്ച് അംഗം. പ്രതികളുടെ CPIM ഡിവൈഎഫ്ഐ ബന്ധം വെളിവാക്കുന്നതാണ് പ്രതിപ്പട്ടിക. അറസ്റ്റിലായവരിലെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ സംഭവമറിഞ്ഞ് സ്ഥലത്ത് ഓടിയെത്തിയവരെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കുറ്റവാളികളെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ഡിവൈഎഫ്ഐ. മകനെ തള്ളിപ്പറഞ്ഞ് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ പിതാവ് നാണു. CPIM ബ്രാഞ്ച് അംഗമാണ് നാണു. ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടിയുടെ ജീവിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് ഇതിൽ ആരെല്ലാം പെട്ടു എല്ലാവരും ചിലത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ അന്വേഷണം. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമാക്കേണ്ടതില്ലെന്ന് കൂത്തുപറമ്പ് MLA KP മോഹനൻ. ഞാൻ അവിടെ പോയത് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ സമാധാനിപ്പിക്കാണ്. വളരെയധികം വിഷമിച്ചിട്ടാണ് അവരൊക്കെ ഉള്ളത്. അപ്പൊ ഒന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ മരണപ്പെട്ട വീട്ടിലാണ് പോകുന്നത്. എങ്ങനെ മരിച്ചു എന്നത് വേറെ. എങ്ങനെ മരിച്ചാലും എന്തായാലും അതുപോലെ തന്നെ നേതാക്കന്മാരൊന്നും പോകുന്നില്ല എന്ന് അറിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. CPIMനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം. 24 കണ്ണൂർ.